ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റിൽ താഴത്തെ ഓണമാണ് അബുദാബിയിലെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അബുദാബിയിലെ രണ്ടാമത്തെ ഓണം. രണ്ടാമത്തെ ഓണം, അതെ, ആദ്യത്തെ ഓണം. അതെ, കഴിഞ്ഞ ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഓണം നമ്മൾ കുറച്ച് ചെറിയ രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പം മോർണിംഗ് നമ്മളിപ്പം അമ്പലത്തിലോട്ട് പോകാന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അപ്പം പുള്ളിയുടെ കൂടെ പോകാന്ന് വെച്ചിറങ്ങിയപ്പോ ഇപ്പൊ വന്ന് അപ്പൊ നമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ നേരെ പോകാനായിട്ട് പോവാണ്. നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഹാപ്പി ഓണം. ഇപ്പൊ നമ്മൾ ഓൺ ദ വേ ആണ്, ടെമ്പിളിലോട്ടുള്ള ഓൺ ദ വേ ആണ്. ഇപ്പോൾ നമ്മൾ പോണ വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു കഫ്റ്റേരിയ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ബണ്ണും കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ടെമ്പിളിലെത്തുമ്പോഴുള്ള കാണുന്ന കാഴ്ച ഇതാണ്. നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. നമ്മൾ ഇത്രയും വലിയ ക്യൂവിലാണ് നിൽക്കുന്നത്. ഒരു 3 ക്യൂ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 9 മണിക്ക് ഇവിടെ തുറക്കുള്ളൂ. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇത്രയും വലിയ ക്യൂ ഉണ്ട്. ഓക്കെ, നല്ല വെയിലും അടിക്കുന്നുണ്ട്. ക്യൂ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്, അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇനി അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി പോകും. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് എന്തൊക്കെയാണ് കൊണ്ട് കയറാൻ പാടില്ലാത്തത്, എന്തൊക്കെ അവിടെ അലൗഡ് അല്ല എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ എൻ്റർ ആയിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. നമ്മളതിന് ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പ് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ചെരുപ്പ് ഊരിയിട്ടേ ഉള്ളിലോട്ട് കയറാൻ പറ്റും. അമ്പലത്തിനുള്ളിലല്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ചെരുപ്പ് ഊരി വെക്കാൻ പറ്റുന്ന ഒരു, അതെ. അപ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട്. ഇവിടെ ഈ തിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഗുഡ് സ്മെല്ലാണ് അതിനുള്ളിൽ. നമുക്ക് ചെരുപ്പൊക്കെ വയ്ക്കാനുള്ള റാക്കാണ് അവിടെ കാണുന്നത്, ഈ ചെറിയ ചെറിയ ബോക്സസ് ആയിട്ട് കാണുന്നത്. ഹസ്ബൻഡ് മണി അടിക്കണമെന്ന് പറഞ്ഞ ഹസ്ബൻഡ് മണിയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് നമ്മൾ നേരെ നോക്കിയാൽ കാണുന്നത് അമ്പലമാണ്. ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്ന് പിന്നെ പബ്ലിക് ഹോളിഡേയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും തിരക്ക് ഉണ്ടാവില്ല ഇവിടെ ആക്ച്വലി. പിന്നെ ഓണം കൂടെ അല്ലേ, അതുകൊണ്ടാണ് ഇത്രയും ആള്. കൂടുതലും മലയാളീസ് തന്നെയാണ് ഉള്ളത്. ആദ്യം കയറാൻ വേണ്ടി പോവാണ്. കുറച്ചധികം പടിയുണ്ട് ഇവിടെ, മുകളിൽ വരെ കയറണം. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല, ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല രീതിക്ക് ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറേ എന്താണ് നല്ല നല്ല ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ എന്തൊക്കെയോ ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഓരോന്നിൻ്റെയും. ഇതെല്ലാം കാണാൻ നല്ല രസമാണ്. അതെല്ലാം ചെറിയ രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ അതിൻ്റെ ആ മതിലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചെയ്തു വെച്ചേക്കുന്ന വർക്കുകളാണ് ഇതൊക്കെ. പിന്നെ UAE അമ്പലം തുടങ്ങിയപ്പോൾ ഉള്ള ഷെയ്ഖുമാരും പിന്നെ സ്വാമിമാരൊക്കെ നിൽക്കുന്ന ആർട്ടൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാം ഹിസ്റ്ററി തന്നെയാണ്, രാമായണത്തിൻ്റെയും പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ദീപാരാധന ചെയ്യുന്നത്. ദീപാരാധന ഒരു 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഒരു താമര പോലെ ഇലക്ട്രിക്കൽ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനത്തിലാണ്. ആ കാണുന്നതുണ്ടല്ലോ, അവിടെയാണ് ഇരുന്നിട്ടാണ് നമുക്ക് ദീപാരാധന കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്റ്റേഡിയം പോലെ കെട്ടിയേക്കുന്ന ഒരു പടിയില്ലേ, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ദീപാരാധന ചെയ്യുന്നത് കാണാൻ പറ്റും. അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ കാറിലിരിക്കുകയാണ്. പുറത്ത് നല്ല ചൂട്, പുറത്ത് നല്ല വെയില്, ഭയങ്കര ചൂട്. ഇപ്പൊ നമ്മളെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ചൂടുണ്ട്. തണുപ്പ് ഒന്നാമത് വെയില് നല്ല ചൂടാണ്. അതിന്റെ കൂടെ പകലും കൂടെ ആയതുകൊണ്ട് ഏകദേശം ഉച്ച സമയമൊക്കെ ആവാറായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നല്ല രീതിക്ക് ഇന്നിപ്പോ ഓണം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് സദ്യ കഴിക്കാനാണ്. നമ്മൾ മദീന സായത്തിലെ ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഇവിടെ ഇപ്പോൾ കുറച്ച് ട്രഡീഷണലായിട്ട് നമ്മുടെ പറയും നെല്ലും കടയും അങ്ങനെ ആന അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുഡ് കോർട്ടിലോട്ട് ചെന്നപ്പോൾ നമ്മളിവിടെ 2 റെസ്റ്റോറൻ്റാണുള്ളത്. ഒന്ന് പയ്യന്നൂർ, ഒന്ന് കാലിക്കട്ട്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സോ നോക്കാം എപ്പോഴാണ് കയറാൻ പറ്റുക എന്നുള്ളത്. ഫൈനലി ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടുണ്ട്. പുറത്തിപ്പോഴും നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. അസ്നുവൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലോട്ട്. അതെ, അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഹാപ്പി ഓണം.